ചൂട്, അസഹനീയമായ ചൂട്, ദുസ്സഹമായ, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു ചൂടിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് ആൾക്കാർ, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് തൊഴിൽ തേടിയും മറ്റ് ഇതര സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇനി പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അടുത്ത പലായനം ഈ കാലാവസ്ഥ മാറ്റം കൊണ്ടായിരിക്കും. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അത്ര വലിയ ഭീകരമായ ഒരു താപനിലയിലേക്ക് കേരളം മാറുന്നത് കൊണ്ട് കേരളത്തിൽ നിന്ന് ആളുകൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കോ ഇതര രാജ്യങ്ങളിലേക്കോ ഒക്കെ ആയിട്ട് കുടിയേറുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സാധ്യത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമായ ഒരു ചൂടിലേക്കായിരിക്കും ഇനി വരുന്ന ഒരു നാളിൽ പോവുക എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര ഒരു നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമായിരിക്കില്ല. കാരണം ഇതൊരു ഉഷ്ണമേഖല സ്ഥലമാണ്, ഒരു ഉഷ്ണമേഖല പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഒരു കടലിൻ്റെ ചേർന്നുള്ള ഒരു പ്രദേശം, ആ ഒരു സൈഡ് കംപ്ലീറ്റ് കടലായതുകൊണ്ട് ഈ ചൂട് കൂടാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെയും എന്തുകൊണ്ടാണ് ഈ കേരളം ഇത്ര നാൾ തണുപ്പിൽ നിന്നത്, ഇതുപോലെയുള്ള താപനിലയിൽ മാറ്റം ഉണ്ടാകാതിരുന്നത്? നമുക്കറിയാം, നമ്മുടെ ഒരു വളരെ പിന്നിലുള്ള ഒരു കാലം, നമ്മുടെ ഒരു കുഞ്ഞുനാളിലുള്ള കാലം, അല്ലെങ്കിൽ നമ്മളുടെ പിന്നിൽ ജീവിച്ചു പോയ ആളുകളോട് ചോദിച്ചാൽ മതി, രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ തണുപ്പ് സഹിക്കാൻ വയ്യാതെ കരിയില കത്തിച്ച് ചൂട് കൊള്ളുന്ന, തീ കായുന്ന ഒരു കാലത്തിലൂടെയൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ ശൈശവങ്ങളും കൗമാരങ്ങളൊക്കെ കടന്നു പോകുന്നത്. ആ ഒരു കാലത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 15 വർഷം, 2004 തുടങ്ങി ആ ഒരു മാറ്റമാണ് കേരളത്തെ ഇത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ദുരന്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക എന്ന് പറഞ്ഞു, ഇനി മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യമൃഗങ്ങൾ നാടിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, കേരളത്തിൽ നിന്ന് പലായനം ചെയ്ത് വെള്ളമില്ലാതെയും താമസിക്കാൻ കഴിയാതെയൊക്കെ ആയിട്ട് കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഫ്രാൻസിൽ സംഭവിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 3000 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ചൂട് കാരണം താമസം മാറിയതായിട്ടുള്ള കഴിഞ്ഞ ഇവിടുത്തെ റിപ്പോർട്ടുണ്ട്. ഇത് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ആമസോൺ ബ്രസീലിൽ സംഭവിക്കുന്നുണ്ട്. കേരളവും അതിൻ്റെ ഇരയായി കഴിഞ്ഞു. ആക്ച്വലി കേരളത്തിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിനേക്കാളും മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പക്ഷേ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ തണുപ്പ്, ഈ കാലാവസ്ഥ ഇത്ര സുഖശീതളമായിട്ടുള്ള ഒരു 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് 30-32 പരമാവധി വരുന്നത്. ഇപ്പോൾ അത് 50 മുട്ടുവാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം എന്തായിരുന്നു? നമ്മുടെ ഒരു എയർ കണ്ടീഷണർ. അത് ഈ പശ്ചിമഘട്ട മലയാണ്. നമ്മൾ വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന നമ്മുടെ അറബിക്കടലിനും പശ്ചിമഘട്ട മലയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ്, ഒരു ചാലാണ് ഈ കേരളം എന്ന് പറയുന്നത്. അത് ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള, ലോകത്തിൽ ഇതുപോലൊരു ഭൂപ്രദേശം വേറെയില്ല. പശ്ചിമഘട്ട മലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പഴക്കം, അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥ മാറ്റങ്ങൾ, ലോകത്തിലെ തന്നെ കാലാവസ്ഥാ മാറ്റങ്ങളിൽ ഈ പറയുന്ന ഈ കേരളത്തിൻ്റെ ഈ പശ്ചിമഘട്ട മലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിന് നമ്മുടെ സർക്കാരുകൾ, മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും അതിൻ്റെ ഫണ്ട് അടിച്ച് പുട്ടടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഇനിയും നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ മല നശിപ്പിക്കുമെന്നുള്ള രീതിയിൽ ബാർഗൈൻ ചെയ്ത് അവരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ തന്നെ എന്താണ് ചെയ്യുന്നതെന്നുള്ള വേറെ സെക്ടർ. ഏതായാലും നമുക്ക് നോക്കാം, എന്താണ് ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു കാലാവസ്ഥയായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ആമസോണിൽ പോലും അസാധ്യമായ രീതിയിൽ, അതായത് ആമസോണാണ് ഇതിനേക്കാൾ കുറച്ച് മുമ്പിലുള്ളത് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ അത് താന്നു ഒരു സ്ക്വയർ കിലോമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ജീവജാലങ്ങളും ഇത്രമാത്രം സസ്യങ്ങളും ഇത്രമാത്രം സ്പീഷ്യസ് ഉള്ള ഒരു ജീൻ പൂൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരിടത്തുമില്ല. അത്രമാത്രം അസാധാരണമായ ഒരു ജൈവ വൈവിധ്യമാണ് ഈ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ചുറ്റളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന വൈവിധ്യമാർന്ന പൂക്കൾ, ചെറിയ ചെടികൾ, കായ്കൾ, അതിൽ കാണുന്ന സൂക്ഷ്മജീവികൾ, അതിൽ കാണുന്ന ചെറിയ ചെറിയ ജീവികൾ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമാണ്. ലോകത്ത് മറ്റൊരു പ്രദേശത്തും മറ്റൊരു രാജ്യത്തും മറ്റൊരു മേഖലയിലും ഇതിന് സമാനമായ ഒരു അത്ഭുതമില്ല എന്നുള്ള അത്ര വലിയൊരു ജീൻ പൂളാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ
കൊച്ചു കേരളത്തിലാണ് 40,000-ത്തിലധികം സ്പീഷ്യസ് സസ്യങ്ങൾ ഈ പശ്ചിമഘട്ട മലനിരകളിലുള്ളത്. 5,600-ലേറെയുള്ള കിളികളും പക്ഷികളും മൃഗങ്ങളും വസിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിര എന്ന് പറയുന്ന ഈ ചെറിയ ഒരു കേരളത്തിൻ്റെ ഒരു ഭാഗത്താണ്. അത്രമാത്രം സമൃദ്ധമായ ഒരു ആവാസ വ്യവസ്ഥ, ഒരു വളരെ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടു നടക്കുന്ന ഒരു പ്രദേശമാണത്. ഇത് മഴക്കാടുകളാണ്. മഴക്കാടുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ അപൂർവമായ റെയിൻ ഫോറസ്റ്റുകൾ ഒക്കെയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. 2 ഇല്ലിക്കാടുകൾ, സമുദ്രനിരപ്പിലുള്ള വനമേഖലയുള്ള ഏക പ്രദേശം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. അത് നമ്മുടെ പശ്ചിമഘട്ട പ്രദേശങ്ങളാണ്. നമുക്കറിയാം ഇല്ലിക്കാട്, ഈറ്റക്കാട്, മുളങ്കാട് എന്നൊക്കെ പറയുന്നത് ലോകത്തിലില്ല. ഇതുപോലെ ഒരേ സ്പീഷ്യസിൽപ്പെട്ട സസ്യങ്ങൾ കൊണ്ട് മാത്രം ഒരു വനം സൃഷ്ടിക്കപ്പെട്ട പ്രദേശം വേറെ ലോകത്ത് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു മുളങ്കാടുകളും ഇല്ലിക്കാടുകളൊക്കെ ഉണ്ടാക്കിയ ജലത്തിൻ്റെ ഒരു തടഞ്ഞു നിർത്തലും ജലത്തിൻ്റെ ആഗിരണവും ജലത്തിൻ്റെ സംഭരണം എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ മറ്റൊരു പ്രദേശത്തിനുമില്ല. അത്രമാത്രം വൈവിധ്യമുള്ള ഒരു അത്ഭുതകരമായ ഒരു ജൈവ സാന്നിധ്യമാണത്. പിന്നെ നമുക്കുള്ള പുൽമേടുകൾ, വനമേഖല കഴിഞ്ഞു പുൽമേടുകൾ അതുപോലെ തന്നെയാണ്. ഈ പുൽമേടുകൾ നമുക്ക് വാഗമൺ മുതൽ നമുക്ക് മൂന്നാർ നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ അറിയാം. പുൽമേട് എന്ന് പറയുന്ന ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള, ഈ അടുത്ത കാലത്താണ് ഇത് പുൽമേടുകളെ കുറിച്ചുള്ള കുറച്ചുകൂടി ആധികാരികമായ പഠനങ്ങളും ഇത് നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല എന്ന് നമ്മുടെ അല്ല വിദേശ ഈ ബൊട്ടാണിക്കൽ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. അവർ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ പാറകളുടെ സ്ട്രക്ചറും അത് ഉണ്ടാക്കുന്ന അത് ഈ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അത് പശ്ചിമഘട്ട മലനിരകൾ ഒരു വെറുതെ കുറേ പാറകളല്ല, അത് വളരെ ക്രിയാത്മകമായിട്ട് അടക്കി വെച്ചിരിക്കുന്ന, അത് കാറ്റിൻ്റെ ഗതിയും കാറ്റിൻ്റെ സഞ്ചാരപാതകളൊക്കെ ക്ലിപ്തപ്പെടുത്തിയ ഒരു മറ്റേ വായുവിൻ്റെ ഒരു സഞ്ചാരപാതയാണ് ഈ പാറക്കെട്ടുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പാറക്കെട്ടുകളുടെ ഇടയിലുള്ള തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് ഒരു മഴവെള്ളത്തിൻ്റെ അത്യപാരമായ ഒരു സംഭരണ കേന്ദ്രം ഈ തണ്ണീർത്തടം. അത് എവിടെയൊക്കെ നിൽക്കണം, എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണം, എവിടെയൊക്കെ അത് ഒഴുകണം, എവിടെ നിന്നല്ല അത് കടലിലേക്ക് പോകണം എന്നുള്ളതിന് കൃത്യമായ കാഴ്ചപ്പാട് പ്രകൃതിക്കേണ്ട, അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസിലാണ് ഈ പോകുന്നത്. അതുകൊണ്ട് ഈ പാറ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കാണുന്നതല്ല, ഈ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കാണുന്നതല്ല. പിന്നെയുള്ള നദികൾ, നമ്മൾ 44 നദി എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ. ഇത്രയും നദികളുള്ള ഒരു പ്രദേശം, ഈ പശ്ചിമഘട്ടത്തിലുള്ള നദി മാത്രമല്ല, അതിലെ ചെറിയ അരുവികളുടെ ഒരു സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ചെറുതല്ല. യൂറോപ്പിന് ഒക്കെ ഒന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. ഇതെല്ലാം ചേർന്നുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു ടിപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയുന്നത് അതൊരു എയർ കണ്ടീഷൻ അല്ല. അതിൻ്റെ എത്രയാണ് പറയണം, അതിൻ്റെ നമുക്ക് അതിന് ഒരു പറയാനുള്ള ഒരു വാക്ക് പോലുമില്ല. അത്ര സജീവമായി കേരളത്തിൻ്റെ കാലാവസ്ഥയെ അത് നിർണ്ണയിച്ചു കൊണ്ടിരുന്ന ഒരു ഘടകം. അത് ഇല്ലാതാക്കിയത് ഈ പറയുന്ന 15 വർഷത്തിലാണ്. എല്ലാ വികസനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പോള വികസനങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഈ കമ്പോള വികസനത്തിൻ്റെ ഇരകളാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ആരാധകരും അതിൻ്റെ പ്രചാരകരും എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്ന സമയത്ത് ആക്ച്വലി നമ്മളതിന് എതിരാണ്. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലും അപര്യാപ്തമാണ് കേരളത്തെ സംരക്ഷിക്കുന്നതിന്. കേരളത്തിൻ്റെ കാലാവസ്ഥാ മാറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് അപര്യാപ്തമാണ് എന്ന വാദം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞാനൊരു 2 ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് എടുക്കുകയും ചെയ്തിരുന്നു. അത് ഹൈറേഞ്ചിൽ ചെന്നപ്പോൾ, മൂന്നാറിൽ ചെന്നപ്പോൾ അവിടെ ഒരു സംഘം നമ്മളെ തടയുകയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. കുറേയധികം ആളുകളുണ്ടായിരുന്നു. അവർ വളരെ വയലൻ്റ് ആയിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ മൂന്നാറിൽ അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ബലിയാടാകണോ, നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ഞങ്ങൾ ബലിയാടാകണോ എന്നുള്ളതാണ്. പക്ഷേ മൂന്നാറിൽ അവർ പറയുന്ന ടൂറിസം അവിടെ വളരണം, ടൂറിസം വന്നാലേ ആളുകൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചത്, ഈ മൂന്നാറിലോട്ട് ആളുകൾ വരുന്നത് ഇവിടുത്തെ തണുപ്പുള്ളത് കൊണ്ടാണല്ലോ. നിങ്ങളുടെ ഈ കാലാവസ്ഥയല്ലേ ഈ പ്രദേശത്തിലേക്ക് ആളുകൾ വരാനുള്ള കാരണം. ഈ കാലാവസ്ഥ നഷ്ടപ്പെട്ടാൽ ആരാണ് ഇങ്ങോട്ട് വരിക? മൂന്നാറിൽ നേരത്തെ ഫാൻ എന്ന് പറയുന്ന ഒരു സാധനം മൂന്നാറിലെ ആളുകൾക്ക്, മൂന്നാറല്ല ഹൈറേഞ്ച് ഈ പറയുന്ന നേര്യങ്കലത്തിനപ്പുറത്തേക്ക് ഫാനില്ല. മുള്ളിരിങ്ങാട് അല്ലെങ്കിൽ കോതമംഗലം, നേര്യമംഗലം പാലം കഴിഞ്ഞാൽ പിന്നെ ഫാനില്ലാത്തൊരു
എത്രയായി തൊട്ടടുത്ത കാല ഫാൻ കഴിഞ്ഞിപ്പോൾ AC വരാൻ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചിമഘട്ട മലനിരകളിൽ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറയുന്ന അതിഭീകരമാണ്. നമ്മുടെ വനമേഖല എന്ന് പറയുന്നത് 60% കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ ഇവർ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇല്ലാതാക്കിയല്ല ഇത് അവരവരുടെ പേരിലേക്കാക്കി. നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഉൾവനങ്ങളിൽ ഉള്ള മരങ്ങളൊക്കെ പല പേരിലും ഫില്ലിങ്ങും ഈ പറയുന്ന സെലക്റ്റീവ് ഫില്ലിംഗ് എന്നുള്ള പേരിൽ മറ്റേ മരമുറി കേസ് പോലെ പല പല പേരുകളിലായിട്ട് ഉൾവനങ്ങളിൽ നിന്ന് ഇവർ മരങ്ങൾ അടിച്ചു മാറ്റി, നല്ല കണ്ണായ മരങ്ങൾ അടിച്ചു മാറ്റി. ഒരുപാട് പ്രദേശങ്ങൾ ഏതാണ്ട് നല്ല പങ്ക് ചാകരയായിരുന്നു. 2005, 2006 എന്ന് പറയുന്നത് മുതൽ 11, 12, 18 വരെ എന്ന് പറയുന്നത് ചാകരയായിരുന്നു. ഫ്ലഡ് വരെ എന്ന് പറയുന്നത് ഈ കാണായ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ 1000 ഏക്കർ, 2000 ഏക്കർ, 3000 ഏക്കറൊക്കെ സ്വന്തം പേരിലാക്കി MLA-മാരുണ്ട് ഈ പ്രദേശത്ത്. ഇവരൊക്കെ വേണ്ടപ്പെട്ടവർക്ക് സഭയ്ക്ക് ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കുകയും അങ്ങനെ കിട്ടുന്ന വിലയ്ക്ക് എഴുതി കൊടുത്ത് ചെമ്പും മുക്ക് പട്ടയങ്ങളും പലതരം പട്ടയങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ചാകരയായിരുന്നു. അതിൽ അന്നത്തെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, പിന്നെ വന്ന ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല. ഈ സകല രാഷ്ട്രീയക്കാരും സകല ഉദ്യോഗസ്ഥരിലും മഹാഭൂരിപക്ഷവും ഇതിൻ്റെ ഒത്താശക്കാരായിരുന്നു. ഇതിൻ്റെ ഒപ്പമായിരുന്നു മുഴുവൻ ജനങ്ങളും. ഏതാണ്ട് നല്ലൊരു പങ്ക് ജനങ്ങൾ ഈ ഒരു ടെമ്പോയിലായിരുന്നു. ഒരു പൊതുവികാരമായിരുന്നു വനം വേണ്ട, മരം വേണ്ട, ഇതൊക്കെ വെളുപ്പിക്കട്ടെ എന്നുള്ള ഒരു ബോധത്തിലായി ഈ കേരളത്തിലെ ആളുകൾ ഇന്ന്. അവർ പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ, ചൂട് കൂടിയാൽ ഞങ്ങൾക്ക് AC ഉണ്ട്. എന്നിട്ട് ഇവർ AC മേടിച്ചോ? ഇത് ആർക്കാണ് AC മേടിക്കാൻ പറ്റുന്നത്? AC മേടിച്ച് ഒരു വീട്ടിൽ ഒരു റൂമിലാണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുക. അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിലോ നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന AC മുറിയിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകളാണോ നമ്മൾ? നമുക്ക് പുറത്തോട്ടിറങ്ങണ്ടേ? അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് ഈ കേരളം മാറുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അച്ചുതണ്ടായിട്ട് കേരളം മാറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് AC വെച്ച് ഇതിനൊക്കെ തടയാമെന്ന് വിചാരിക്കുകയാണ്. 2 AC, 3 AC, ഈ കൊല്ലം 3 AC ആണെങ്കിൽ നാളെ അടുത്ത കൊല്ലത്തിൽ ഇത് പോരാ. ഈ 2 ഡിഗ്രി അല്ല നമ്മുടെ കാലാവസ്ഥയിലെ താപനില മാറുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതൊരു ദുരന്ത മേഖലയാണ് കേരളം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ യഥാർത്ഥ ടെമ്പറേച്ചറൊന്നും ഇവർ പുറത്തു വിടുന്നില്ല. കാരണം ഇതൊരു കലാമിറ്റിയാണ്, ഇതൊരു ദുരന്തമാണ്, സംസ്ഥാനത്തെ ഒരു ദുരന്തമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനും കൺസ്ട്രക്ഷൻ മേഖല മറ്റ് പല മേഖലകളിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പലരും ഈ മേഖലയിലൊക്കെ അന്വേഷിച്ചറിയാം, ബോധം കെട്ടുവീഴുന്നവരും മരണമൊക്കെ ഉണ്ട്. ഇതൊക്കെ പലതും മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ പണിയെടുക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം ഉള്ളത്, ഇത് അവരെ സമ്പൂർണ്ണമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത് എല്ലാ ആളുകളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരൊക്കെ ഇത് കണ്ണടച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തെ നമ്മൾ അപ്പുറം കിടക്കുന്നത്. വരുന്ന ഒരു നാളിൽ നമ്മൾ മഴയുടെ കാലം വരും. ചിലപ്പോൾ അത് പ്രളയമാകാം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭീകരമായ രീതിയിലുള്ള പ്രളയങ്ങളാകാം. കുറേ പേര് മരണപ്പെടും. ആർക്ക് ഛേദം? മരണപ്പെട്ടവർക്ക് മാത്രം ഛേദം. വീണ്ടും നേരം വെളുക്കും, അടുത്ത ഇതിലേക്ക് പോകും. പക്ഷേ ഇനിയും വരുന്ന താപം, ഇനിയും വരുന്ന ഈ പറയുന്ന ഫെബ്രുവരി മുതലുള്ള അല്ലെങ്കിൽ ജനുവരി, ഡിസംബർ മുതലുള്ള ചൂടെന്ന് പറയുന്നത് എങ്ങനെ താങ്ങുമെന്നാണ് ഈ മലയാളികൾ വിചാരിക്കുന്നത്? എങ്ങനെ അവർക്ക് അതിജീവിക്കാൻ കഴിയും? AC വെച്ചിട്ട് അതിജീവിക്കാൻ കഴിയുമെന്നാണോ അവർ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും അവരെ അനുഭവങ്ങൾ തന്നെ പഠിപ്പിക്കും. അനുഭവങ്ങൾ മലയാളിക്ക് ഒരുപാട് നന്മയുണ്ട്. ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യരുടെ ലോകത്തില്ല. പക്ഷേ ചില തിരിച്ചറിവുകൾ അവർക്ക് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് അവർക്ക് പ്രകൃതി നൽകിയ അല്ലെങ്കിൽ ദൈവം നൽകിയ അതിമഹത്തായ അവരുടെ ചില അനുഗ്രഹങ്ങൾ, അത് ഏറ്റവും മുന്നിലെന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളാണ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്, അത് നൽകുന്ന കാലാവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ മനുഷ്യർക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ഇന്ന് മൃഗങ്ങൾ കാടിറങ്ങുന്നു, അവയെ വെടിവെച്ചു കൊന്ന് നമുക്ക് സുഖമായി കഴിയാമെന്ന് വിചാരിക്കുന്നവർ, ഇന്ന് ചൂട് കൂടുന്നു AC മേടിച്ച് നമുക്ക് സുഖമായി കഴിയാമെന്ന് വിചാരിക്കുന്നവർ, നാളെ മൃഗങ്ങൾ പിടഞ്ഞു ചാവുന്ന ഒരു കാലത്തിലേക്കാണ് പോണത്. അതുപോലെ ഒപ്പം തന്നെ മൃഗങ്ങൾക്കൊപ്പം മനുഷ്യരും പിടഞ്ഞു ചാവുന്ന ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാലത്തിലേക്ക് ഈ കേരളവും നടന്നെടുക്കുകയാണെന്ന് മറക്കരുത്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം കേരളത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും വലിയ ദൗത്യമാണ്.
അവൻ നിലനിൽക്കുന്ന പോലെ തന്നെ, അവൻ്റെ നിലനിൽപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പശ്ചിമഘട്ട മലനിരകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ പച്ചപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അവയുടെ ഒരു പുൽച്ചെടി പോലും, ഒരു മൃഗം പോലും അവിടെ ഉപദ്രവിക്കപ്പെട്ടുകൂടാ, അവിടുത്തെ ഒരു ചെടി പോലും പറിച്ചെടുക്കപ്പെട്ടുകൂടാ, അവിടുത്തെ ഒരു മരം പോലും വെട്ടിയെടുക്കപ്പെട്ടുകൂടാ. അത്രമാത്രം നമ്മൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ മലനിരകൾ എന്നത് കേരളം തിരിച്ചറിയണം. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.